പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൈന ഓഫീസിലിരുന്ന് ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയം ആദർശ് അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ നൈനയോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ വന്ന ശേഷം ഒരേ ജോലിയാണല്ലോ എന്ന് പറയും. പിന്നെ എനിക്ക് എന്ത് ജോലിയാണ് ഇവിടെ ഉള്ളത്, ഡിസൈൻ വരയ്ക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് നൈന പറയുകയാണ്. അപ്പോൾ ആദർശാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നത് നൈന ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നെക്ലേസ് പണി കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നൈനയോട് അത് പറയുമ്പോൾ അത് പണി കഴിഞ്ഞ് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശാണെങ്കിലും ആ നെക്ലേസ് ഒക്കെ എടുത്ത് കാണിച്ചിട്ട് നൈനയോട് അഭിപ്രായം ചോദിക്കുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, ഇതിന് ഞാൻ ഡിസൈൻ ചെയ്തതല്ലേ ഇത്, അതുകൊണ്ട് ഇതിന് ഞാനല്ലല്ലോ അഭിപ്രായം പറയേണ്ടത്, മറ്റുള്ളവരല്ലേ എന്ന് പറയട്ടെ. എന്നാൽ പിന്നെ ഞാൻ പറയാം, എനിക്ക് എന്തായാലും ഈ നെക്ലേസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അത്രയ്ക്ക് നന്നായിട്ടുണ്ടെന്ന് ആദർശ് പറയുമ്പോൾ നൈന പറയാണ്, ഇതിന് മുന്നേ ഞാൻ നല്ല ഡിസൈനൊക്കെ ആദർശേട്ടന് വരച്ച് തന്നിട്ടുണ്ടല്ലോ, അന്നൊന്നും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അന്നാണെങ്കിലും നൈനേനെ ഇഷ്ടമുണ്ടായിരുന്നില്ലല്ലോ, അപ്പം അതും പറയുന്നുണ്ടായിരുന്നു നൈന. ആദ്യമൊന്നും ആദർശേട്ടന് എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ, ഇപ്പോൾ ആദർശേട്ടന് എന്നെ ഭയങ്കര സ്നേഹമാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആ നെക്ലേസിനോടും അത്ര ഇഷ്ടം തോന്നിയെന്ന് പറയുമ്പോൾ, നിന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് കണ്ട ആരെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമോ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ എന്തായാലും ഞാനിത് നമ്മുടെ സ്റ്റാഫിനെ കാണിക്കാൻ പോവാണ്. അപ്പം നൈനയുടെ കഴുത്തിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ ആ നെക്ലേസ്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് നമ്മുടെ സ്റ്റാഫിനെ കാണിക്കാൻ പോവാണ്, നീയും കൂടെ വാന്ന് പറയുമ്പോൾ നൈന പറയാണ്, അത് വേണ്ട, ഞാനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എൻ്റെ മുന്നിൽ വെച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള അഭിപ്രായം പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ആദർശേട്ടൻ തന്നെ ചെന്ന് കാണിച്ചാൽ മതി എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ നൈനയാണെങ്കിലും ആദ്യം മുതലേ ഇങ്ങനെ ആദർശിനോട് സ്നേഹമില്ലാത്ത സമയത്തൊക്കെ ഡിസൈൻ വരച്ചു കൊടുത്തപ്പോഴും അതൊന്നും ആദർശിന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നേ, അന്ന് നിന്നോടുള്ള വെറുപ്പ് നിന്റെ സൃഷ്ടികളോടുണ്ടായിരുന്നു എന്ന് പറയൂട്ടോ. അതൊന്നും ഞാനൊരിക്കലും മറക്കില്ല, അപ്പോൾ ഞാനാണല്ലോ അന്ന് ഇങ്ങനെ എയറിൽ നിന്നിരുന്നേന്ന് പറയൂട്ടോ. അപ്പോൾ നീ ഇതിപ്പോഴും മനസ്സിൽ കൊണ്ടുവച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ മുഴുവനായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ടായിരുന്നേ. പിന്നീട് ആദർശാണെങ്കിലും ആ നെക്ലേസ് സ്റ്റാഫിനെയൊക്കെ കാണിക്കാനായിട്ട് പോവാണ്. പിന്നീട് ആദർശാണെങ്കിലും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെയൊക്കെ കാണിക്കുന്നുണ്ട്. അബി അവിടെ പവിത്രയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പവിത്രയ്ക്കാണ് കാണിച്ചു കൊടുക്കുന്നത് ആദർശ് ചെന്നിട്ട്. അപ്പോൾ ഇത് എത്ര പവൻ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതൊരു 10 പവൻ കാണുമെന്ന് പറയുമ്പോൾ പവിത്ര പറയുന്നുണ്ടായിരുന്നു, അതൊരു 10 പവനൊന്നല്ല, 20 പവൻ മതിപ്പ് തോന്നിക്കും എന്ന് പറയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഫുൾ മാർക്ക് കൊടുത്തത്, നൈന ഡിസൈൻ ചെയ്തതാണെന്ന് പറയുന്നുണ്ടായിരുന്നേ അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നെക്ലേസ് കാണിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും അബിയുടെ കണ്ണും അങ്ങ് തള്ളി പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് നമുക്ക് ജ്വല്ലറിയിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചാലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഫിലിം സ്റ്റാറിനെ കൊണ്ട് നമുക്കിതിൻ്റെ പരസ്യം ചെയ്യിപ്പിക്കാം എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും നൈന വരച്ച ഡിസൈൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ നൈന ഡിസൈൻസ് എന്നിടാനാണ് കേട്ടോ ആദർശ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഓരോ ജ്വല്ലറിയുടെ ഓണർമാരും ഇങ്ങനെ പലതരത്തിലാണല്ലോ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഞാനും നൈനയും കൂടെ ജ്വല്ലറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നൈന തന്നെ ഇതണിഞ്ഞ് ഉദ്ഘാടനം ചെയ്തോട്ടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പവിത്രയ്ക്കാണെങ്കിലും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ട് പിന്നെ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പോൾ അബിയാണെങ്കിലും മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, ഈ നെക്ലേസ് എന്തായാലും ജ്വല്ലറിയിൽ എത്താൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് അബി മനസ്സിലിങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും അതിങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് ആദർശ് നൈനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു നൈനയോട്, പവിത്രയ്ക്കൊക്കെ നിന്നോടൊരു കോംപ്ലക്സ് ഉണ്ട് എന്ന് പറയൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ജോലി ചെയ്യാതെ വെറുതെ ശമ്പളം വാങ്ങിക്കുന്നവരുണ്ട്, അവരൊക്കെ പറഞ്ഞു വിടണം എന്നൊക്കെയാണ് കേട്ടോ ആദർശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും അബിയുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ പവിത്രയാണെങ്കിലും നല്ല ഡിസൈനൊന്നും വരയ്ക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അവരുടെ ജോലിയൊന്നും കളയരുത് ഞാൻ കാരണം എന്നൊക്കെ പറയാനുണ്ട്. പവിത്ര നല്ല രീതിയിൽ തന്നെ എന്നെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറയാണ്. ശരിക്കും അങ്ങനെയല്ല വേണ്ടത്, നീ നല്ല നല്ല ഡിസൈൻ വരയ്ക്കുമ്പോൾ അവൾ നിന്റെ ഒപ്പം മത്സരിച്ച് അതിനേക്കാളും നല്ല ഡിസൈൻ ഉണ്ടാക്കുകയാണ് വേണ്ടത്, പക്ഷേ അവൾ അതിന് ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ നൈന പറയുന്നത്, അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയൊന്നും ചെയ്യരുത്, എനിക്ക് ആരോടും മത്സരമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിട്ട് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ജ്വല്ലറിയിലേക്ക് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് നൈനയോട് ആദർശ് പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ഒന്നും ഞാൻ ഇതുപോലെ ഇരുന്ന് ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ലായിരുന്നു, ഒന്ന് കഴിച്ചു എന്ന് വരുത്തു, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയട്ടെ. അപ്പോൾ അതെന്താ കഴിക്കാതിരുന്നത്, നേരത്തെ ഞാനാണല്ലോ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു വിട്ടിരുന്നത്, അപ്പോൾ അത് ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊന്നും അല്ല എന്ന് പറയും. അപ്പോൾ ഏത് മക്കൾക്കും അമ്മമാരുണ്ടാക്കുന്ന ഫുഡിനോട് ഒരു ഇഷ്ടം കാണുമല്ലോ, അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതിന് അമ്മ എനിക്കിങ്ങനെ അധികം ഫുഡൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല, അമ്മ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് വന്ന ശേഷം അവിടെ മുത്തശ്ശിയാണ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്, പിന്നെ ഒരുപാട് ജോലിക്കാരും ഇങ്ങനെ സഹായിക്കാനുണ്ടായിരുന്നു, മുത്തശ്ശിയുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് എല്ലാം നടന്നിരുന്നത്, അതുകൊണ്ട് മുത്തശ്ശി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റാണ് എൻ്റെ നാവിൽ ഇപ്പോഴും ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ എന്തായാലും നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, അമ്മ ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള കറികൾ മാത്രമല്ല ഉണ്ടാക്കി വെക്കുന്നത്, നിന്റെ ടേസ്റ്റും കൂടെ അറിഞ്ഞിട്ടാണ് കറികൾ ഉണ്ടാക്കി വെക്കുന്നത്, നീ അത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അത് ചിലപ്പോൾ കറികളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആദർശേട്ടനെ ഇട്ട് പോയാലോന്ന് വിചാരിച്ചിട്ടായിരിക്കും, അപ്പോൾ പിന്നെ ആദർശേട്ടൻ്റെ സങ്കടം കാണണ്ടേ എന്നൊക്കെ പറയട്ടെ. അപ്പോൾ എന്തായാലും പിന്നീട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അവർ ബിസിനസ് കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നേ. ഓണത്തിനൊക്കെ നല്ല സെയിൽ നടന്നുകൊണ്ട് അതിനേക്കാളേറെ സെയിൽ വിഷുവിന് ഉണ്ടാക്കണം എന്നൊക്കെയാണ് കേട്ടോ നൈന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ തീരെ സെയിൽ നടക്കാതിരുന്ന കാലം മൂർത്തിസ് ജ്വല്ലറിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ 2019 ജ്വല്ലറി കുറച്ച് കാലം അടച്ചിടേണ്ടി വന്നല്ലോ, ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയട്ടോ. അപ്പോൾ അന്നിങ്ങനെ കുറച്ച് ഓൺലൈൻകാരൊക്കെ ഇങ്ങനെ മുന്നിലേക്ക് തള്ളിക്കയറി വന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയൂട്ടോ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് പിന്നീട് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എല്ലാവരും ഫുഡ് കഴിച്ച് ഉറക്കാണോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറയൊന്നും വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ എന്താണെന്നറിയില്ല, ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് ആദർശ് പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ എന്ന് നൈനിയും പറയുകയാണ് കേട്ടോ. അപ്പോൾ ക്യാമറ എന്തായാലും പണി മുടക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എന്തായാലും ആദർശ് നൈനിനോട് പറയുന്നുണ്ടായിരുന്നു, നീ എന്തായാലും വേഗം ഫുഡ് കഴിക്കുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ ജ്വല്ലറിയിലേക്ക് പോകണം, അപ്പോൾ നീ നല്ല സുന്ദരിയായിട്ട് വേണം എൻ്റെ കൂടെ വരാനെന്നൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ നെക്ലേസ് കാണിക്കാനല്ലേ പോകുന്നത്, അതിന് ഞാൻ എന്തിനാ സുന്ദരിയായിട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കട്ടോ. അല്ല, നമ്മൾ ഒരുമിച്ച് അങ്ങനെ ജ്വല്ലറിയിലേക്കൊന്നും പോവാറില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പം എന്തായാലും നീ നല്ല സുന്ദരിയായിട്ട് തന്നെ വന്നോ, പറഞ്ഞതങ്ങ് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. പിന്നീട് അഭിയാണെങ്കിലും ആദർശിൻ്റെ ക്യാബിനിൽ കയറി ആദർശിൻ്റെ ബാഗിൽ നിന്ന് ജ്വല്ലറിയിലേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ ആദർശിൻ്റെ ബാഗിൽ തന്നെയായിരിക്കും ആ നെക്ലേസിൻ്റെ ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് അഭി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, പണ്ട് അമ്മ ഇതുപോലെ അവളുടെ അമ്മയുടെ ബാഗിൽ സ്വർണ്ണമാല കൊണ്ടുവയ്ക്കാൻ നിന്നപ്പോൾ അങ്ങനെ അത് പാളിപ്പോയി, എന്തായാലും ഇന്ന് എനിക്ക് എന്തായാലും പാളി പോകാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ ജലജ വിളിക്കുന്നത്. കറക്റ്റ് സമയത്തിന് എന്തായാലും ജലജ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജലജനോട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദർശിൻ്റെ ബാഗിൽ നിന്ന് മാല എടുത്ത കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് അവളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കണമെന്ന് ജലജ പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നത്തോടുകൂടി അവന് അവളോടുള്ള മതിപ്പ് തീരണം, അതുപോലെ തന്നെ ഇങ്ങനെ അവന് വേണ്ടി ഇങ്ങനെ നിന്റെ അമ്മായി അവളെ വിളിച്ചുകൊണ്ട് വന്നല്ലോ, ആ അമ്മായി തന്നെ അവളെ ഇവിടുന്ന് ഇങ്ങനെ അടിച്ച് പുറത്താക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ദേവയാനി ഇവരുടെ സംസാരം അവിടെ നിന്ന് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ വലിയ വലിയ ഡിസൈൻ വരയ്ക്കും, എന്നിട്ട് അവനത് ആഭരണങ്ങളാക്കും, എന്നിട്ട് മറ്റുള്ളവരെ പുച്ഛിക്കും, ഇതിനൊക്കെ ഒരു അവസാനം വേണ്ടേ എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഭിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഞാൻ അവൻ്റെ ബാഗിൽ നിന്ന് ആ നെക്ലേസിൻ്റെ ബോക്സ് എടുത്തല്ലോ, ഇനിയിപ്പോൾ അത് അവളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്തായാലും ഇങ്ങനെ പണി പാളി പോകരുത് എന്നൊക്കെ ജലജ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇവരുടെ സംസാരം എല്ലാം ദേവേനെ അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്തായാലും അഭി ഞാൻ അമ്മേനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ജലജയ്ക്കും ഭയങ്കര സന്തോഷമാണ്. പിന്നീട് ഞാൻ അതിന് കുറേ ഡിസൈനൊക്കെ വരച്ചിട്ടുണ്ടാവും, അതൊക്കെ ഇങ്ങനെ ആദർശം നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം ആദർശിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ്, എത്ര എളുപ്പമാണ് നീ ഇങ്ങനെ ഓരോ ഡിസൈനും വരയ്ക്കുന്നതെന്നൊക്കെ നൈനയോട് പറയാണ്. അപ്പം നൈന പറയുന്നുണ്ടായിരുന്നു, എനിക്കങ്ങനെ ഡിസൈൻ വരയ്ക്കാൻ വലിയ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈനയാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ഇനിയിപ്പോൾ നൈന കമ്പനിയിൽ ഇങ്ങനെ മെയിൻ ഡിസൈനറായി വന്ന ശേഷം ഇങ്ങനെ സെയിലൊന്നും താഴേക്ക് പോകാൻ പാടില്ലല്ലോ, അപ്പോൾ കമ്പനി മുകളിലേക്ക് തന്നെ പോകണം എന്നുള്ള ആ ഒരു ചിന്തയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ് വേണ്ടത്, ഇങ്ങനെ ഒരു മത്സരബുദ്ധി വേണം, എന്നാലേ എല്ലാ ഇങ്ങനെ ബിസിനസ്സും വിജയിക്കുള്ളൂ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അബീനെയാണ് കാണിക്കുന്നത്. അബിയാണെങ്കിലും നൈനയുടെ ക്യാബിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ചുറ്റും നോക്കുകയാണ് കേട്ടോ. നൈനയുടെ ബാഗ് എവിടെയെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്തായാലും അവിടെ സൈഡിലുണ്ടായിരുന്ന ഒരു ടേബിളിൽ നൈനയുടെ ബാഗ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് ആ നെക്ലേസിൻ്റെ ബോക്സ് കൊണ്ടുവയ്ക്കുകയും ചെയ്യാണ്. എന്നിട്ട് അബി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, എന്തായാലും അന്ന് ഇങ്ങനെ അമ്മയുടെ ബാഗിൽ സ്വർണ്ണമാല കൊണ്ടുവയ്ക്കാൻ ചെന്നപ്പോൾ അത് പണി പാളി, എന്തായാലും എനിക്കിന്ന് എന്തായാലും അത് പാളി പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആദർശ് ഇനിയിപ്പോൾ ജ്വല്ലറിയിലേക്ക് നെക്ലേസ് കാണിക്കാൻ പോകുന്ന സമയത്ത് ആദർശിൻ്റെ ബാഗിൽ ആ ബോക്സ് ഉണ്ടാവില്ല എന്നുള്ളൊരു സന്തോഷത്തിലാണ് കേട്ടോ. ആ ഒരു സന്തോഷത്തിൽ വന്ന് ക്യാബിൽ ഇരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു അബിയാണെങ്കിലും. ഇനി അവൻ എനിക്ക് ജ്വല്ലറിയിൽ കൊണ്ടുപോയി ആ നെക്ലേസ് കാണിക്കുന്നൊന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഓർത്ത് ഇരിക്കുകയാണ് അബി. പിന്നെ ആദർശും നൈനയും കൂടെ ഇങ്ങനെ ജ്വല്ലറിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈനയുടെ ആ ഡിസൈൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അബിയും പറയുകയുണ്ട്. അപ്പോൾ അബിയാണെങ്കിലും ആദർശിൻ്റെ ബാഗിൽ നിന്ന് ആ ബോക്സ് മാറ്റിയോണ്ട് തന്നെ അതിൽ കാണൂല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആദർശാണെങ്കിലും അവിടെ ചെന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസൈൻ കാണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് നെക്ലേസ് ഒക്കെ എടുത്ത് എല്ലാവരെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അബിയുടെ കണ്ണങ്ങ് തള്ളി പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ അവൻ്റെ ബാഗിൽ വന്ന് ഞാനത് എടുത്ത് മാറ്റിയതാണല്ലോ എന്നൊക്കെ അബി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നേ. ആ നെക്ലേസ് അങ്ങ് കാണുന്ന സമയത്ത് അബിക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പിന്നീട് നെക്ലേസിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നല്ല സെലക്ഷനാണ്, ഇതുപോലത്തെ ഉള്ള സെലക്ഷനാണ് കസ്റ്റമേഴ്സിന് ഇങ്ങനെ താല്പര്യം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ഇത് വൈറലാവും എന്നൊക്കെ ആ ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നമുക്കിത് വലിയ ഫിലിം സ്റ്റാറിനെ ഒന്ന് കൊണ്ടുവന്ന് ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇപ്പം തന്നെ ഇവിടെയുള്ള ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് നയനെ തന്നെ ഇത് അണിഞ്ഞ് ഉദ്ഘാടനം ചെയ്തിട്ട് ഒരു ഫോട്ടോ ഒക്കെ അങ്ങ് എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാം. സാധാരണ ഇങ്ങനെ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നവരാരും പുറത്തറിയാറില്ലല്ലോ, ഇവിടെ അങ്ങനെ വേണ്ട, അതിൻ്റെ നേട്ടം ഇങ്ങനെ നയനയ്ക്ക് ഉണ്ടായിക്കോട്ടെ, ഇനിയിപ്പോൾ ഇത് നയന ഡിസൈൻസ് എന്നുള്ള പേരിൽ തന്നെ അറിയപ്പെട്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ നയന അതൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. ഇപ്പം എന്തായാലും നയനയുടെ കഴുത്തിൽ തന്നെ അത് ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുപ്പിക്കാനാണ് കേട്ടോ ആദർശിൻ്റെ തീരുമാനം. ഓരോ ജ്വല്ലറിക്കാർ ഓരോ രീതിയിലല്ലേ പരസ്യം ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഇങ്ങനെയും ചെയ്യാലോ, ചിലപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഉണ്ടാവും, ആ നെഗറ്റീവും അവർക്കൊരു പബ്ലിസിറ്റി ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശ് തന്നെയാണ് കേട്ടോ നയനയുടെ കഴുത്തിലേക്ക് ആ നെക്ലേസ് ഇട്ട് കൊടുക്കുകയെല്ലാം ചെയ്യുന്നത്. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് അബി ആണെങ്കിലും ആകെ ഇതായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അബിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അബി അവിടെ വലിയൊരു കള്ളത്തരം ചെയ്തിട്ട് അത് നടന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ടെൻഷൻ അബിയുടെ മുഖത്ത് കാണായിരുന്നു. പിന്നീട് ദേവയാനിയുടെ ഫോണിലേക്ക് നയന നെക്ലേസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് ദേവയാനി മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, നീ സുന്ദരിയാണ് മോളെ, അപ്പോൾ നീ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ അപമാനമായിരുന്നെങ്കിൽ ഇപ്പം നീ എനിക്ക് അഭിമാനമാണ് എന്ന് പറയാണ് കേട്ടോ. അപ്പം നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവൾ നിന്നേക്കാളും മുകളിലേക്ക് പോയില്ലായിരുന്നു, അതെനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി നയനയെ കുറിച്ച് മനസ്സിലിങ്ങനെ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ജലജിയും അനാമികയും കൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർ പലരും ഇവിടുന്ന് പുറത്തു പോകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിന് അബിയാണെങ്കിലും ഇങ്ങനെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞാനും ചെയ്തു തരാമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നിട്ടും അതൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തോടുകൂടി ഇവിടെ ചിലതൊക്കെ നടക്കുമെന്ന് ജലജ പറയുകയാണ്. അപ്പോൾ അബി ഇങ്ങനെ നെക്ലേസ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ജലജി ഉള്ളത്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദേവയാനി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. ദേവയാനി നല്ല ചിരിച്ചൊക്കെ തന്നെയാണ് വരുന്നത്. അവർ നോക്കുന്നത് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങ് മുഖമൊക്കെ അങ്ങ് ചിരിയൊക്കെ ഒന്ന് മാറ്റുന്നുണ്ട്. പിന്നീട് ദേവയാനി അവരുടെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ പറയാണ്, അപ്പോൾ നിങ്ങളെക്കാളേറെ ഞാൻ ഇങ്ങനെ നയനെ പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അവളുടെ കഴിവ് ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയൂ കേട്ടോ. പിന്നെ അതിനെക്കുറിച്ചായിരിക്കും സംസാരം. അപ്പോൾ ഇങ്ങനെ ജ്വല്ലറിയിലേക്ക് പോകുമ്പോഴും എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത് ആദ്യം ഇങ്ങനെ ആരായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ജലജേനോടാണെങ്കിലും. അതിനെന്താ സംശയം, അത് ഏട്ടത്തി തന്നെയല്ലേ, ഏട്ടത്തിന് കഴിഞ്ഞ ഇവിടെ ജ്വല്ലറി സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ സാരി സെലക്ട് ചെയ്യാനും ഇവിടെ ആരും ഉള്ളൂ, പക്ഷേ നയനെ വന്ന ശേഷം അവളാണ് ഇപ്പോൾ വലിയ ഇങ്ങനെ ഡിസൈനർ എന്നൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറയട്ടോ. അതിൽ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് നയന നെക്ലേസ് അണിഞ്ഞ് നിൽക്കുന്ന ആ ഫോട്ടോ എടുത്ത് അങ്ങ് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ കണ്ട് അനാമികയും ജലജിയും കണ്ണ് തല്ലി അങ്ങ് നിൽക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. റിവ്യൂ ഇഷ്ടമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്